ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ മറ്റൊരു ഡേയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ട്രാവൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം. അപ്പൊ നമ്മളിപ്പോ എവിടേക്കാണ് നമ്മൾ പോണേ? നമ്മള് ഉമയാനന്ദല്ല, ഉമാനന്ദ ടെമ്പിൾ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ ബ്രഹ്മപുത്ര നദിയിലുള്ള പീക്കോക്ക് ഐലൻഡ് ഒരു ഐലൻഡിലുള്ള ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. ആദ്യം നമുക്ക് അവിടെ പോകുന്ന ഇന്ത്യയാണ് കച്ചേരി ഘാട്ട് എന്ന സ്ഥലത്തേക്ക് എത്തണം. എന്റെ പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ കാമാഖ്യ ദേവി ടെമ്പിളിന്റെ കണ്ടു, ആ കാമാഖ്യ അനുഗ്രഹം മേടിച്ചു. ഒരു 4-5 മണിക്കൂറോളം ക്യൂ നിന്ന് അല്ലേ, 5 മണിക്കൂറോളം ക്യൂ നിന്നിട്ട് നമുക്ക് ഒരു കാര്യം കാണിത്തരാവേ. കണ്ടു നോക്കി, ഓ എന്താ കാഴ്ചകളെന്ന്. എന്നിട്ട് നമ്മുടെ വണ്ടിയുടെ ഡ്രൈവറിന്റെ പേര് ഇലക്ട്രിക് ഓട്ടോയിലാണ് പോകുന്നത്. भाई आपका नाम अमीर अली है ना? एक आय बोलेगा. നമ്മുടെ സതീർത്ത്, നമ്മുടെ സാരഥി എന്ന് പറയുന്നത് അമീർ അലി ഭായി ആണ്. പുള്ളിയുടെ ഒരു ഇലക്ട്രിക് ഓട്ടോയിലാണ് നമ്മൾ കച്ചേരി ഘാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. നമ്മുടെ മാ കാമാഖ്യ ദേവി ടെമ്പിളിന്റെ വീഡിയോ വരുന്നുണ്ട്. അയാൾ ആകെ ടയേർഡാണ്, കാരണം ഇത് തുള്ളി പോലും വെള്ളം പോലും കുടിച്ചില്ല. വെള്ളം കുടിച്ചു അല്ലേ? കച്ചേരി ഘാട്ട് അവരെന്നാണ് നമുക്ക് ഫെറി കിട്ടുന്നത്. ഫെറിയിലാണ് നമുക്ക് ഒരു ഐലൻഡിലേക്കാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ട്രിപ്പിന്റെ കൂട്ടത്തിൽ എന്റെ കൂടെ ചുമ്മാ ഇറങ്ങി വരുന്നു എന്നല്ലാണ്ട് ബാക്കിയൊക്കെ ഞാനാ ചെയ്യുന്നതെന്ന്. ഈ വീഡിയോ ഇങ്ങനെ എടുക്കുന്നതിൽ ക്ഷമിക്കുക. ഇവിടെ കാമാഖ്യ ദേവി ടെമ്പിളില് സെൽഫി സ്റ്റിക്കോ മൊബൈലോ ഒന്നും അലൗഡ് അല്ല. അതിന്റെ ഡീറ്റെയിലായിട്ട് വീഡിയോ വരുന്നത്. അപ്പൊ നമുക്ക് ഉമാനന്ദ മഹാദേവ ക്ഷേത്രത്തിൽ പോയി നോക്കാം, അവിടെ എന്താ പറയുന്നത് നോക്കാം, ആ ഒരു ഐലൻഡ് എന്താ നോക്കാം. അപ്പൊ കണ്ടുകൊണ്ടേ ഇരിക്കൂ. നിങ്ങൾക്ക് കണ്ടോ? അപ്പോൾ നമ്മൾ ഉമാനന്ദ പോകാനുള്ള ഇവിടെ എത്തിക്കഴിഞ്ഞു. അയാളിത് പേയ്മെന്റ് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഇവിടെ ഇങ്ങനെ നിൽക്കുക. ഇവിടെ ഏതോ ഫെറിക്കകത്തൂടെ നമ്മൾ പോയിട്ട് ഉമാനന്ദ ശിവ ടെമ്പിളിലേക്ക് നമ്മൾ പോവുകയാണ്. അത് ഇവിടെ ബ്രഹ്മപുത്രയുടെ സൂക്ഷിച്ച് നടക്ക് പൊന്നെ. ആ ബ്രഹ്മപുത്രയുടെ വ്യൂ നിങ്ങൾ നോക്കി, എന്ത് രസം നോക്കി, എന്ത് അഗ്രസീവാ. സൂപ്പർ അല്ലേ? ഈ ബോട്ടിലാണ് എന്നാ നമ്മൾ വിശ്വസിക്കുന്നു. ഈ ബോട്ടിലാണ് നമ്മൾ പോകുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആണെങ്കിൽ രക്ഷക്കുന്നുണ്ട്. അതെ അതെ. അപ്പൊ നമ്മള് ഇവിടെ ഒരു ഫെറിയിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷെ ആദ്യം വലിയ സ്കാം എന്നാണ് കരുതിയത്. പക്ഷെ സ്കാം അല്ലാന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഇയാളിത് ഇപ്പം കിടന്ന് പറഞ്ഞിരിക്കുന്നത്, ആ കയറുന്ന വഴിയൊക്കെ കണ്ട് ഞാൻ കാണിച്ചതാണ്. ഞാൻ മേലേക്ക് നിൽക്കില്ല, എനിക്ക് പേടിയാ. പേടിയെന്ന സെൻസ് ഇതിൽ ആടിയാടിയിരിക്കുക. എന്താ അവസ്ഥ നോക്കിക്കൊള്ളേ. ഇതാണ് ബോട്ടിന്റെ അവസ്ഥ. ഇതാണ് കയറി വരുന്ന വഴി. ഇതിങ്ങനെ കയറുമ്പോൾ ഇങ്ങനെ സൽസ ഡാൻസ് കളിക്കുന്ന കളിക്കുക. അപ്പോൾ അയാളുടെ പ്രശ്നം എന്താ പറയുക, നമ്മുടെ അയാളുടെ പ്രശ്നം വെച്ചാൽ അവിടെ നിന്ന് കയറുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമുക്കിപ്പോൾ പോകാം. നൈസാണ്, സെറ്റാണ്. അപ്പോൾ വന്നിട്ട് നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തിട്ടില്ല, അതാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കാലിക പുരാണം അനുസരിച്ചിട്ട് ശ്രീ മഹാദേവൻ സതീദേവിയുടെ മരണത്തിന് ശേഷം ഈ പീക്കോക്ക് ഐലൻഡിൽ, അതായത് നമ്മുടെ ഈ ഉമാനന്ദ ടെമ്പിൾ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് ധ്യാനത്തിലിരുന്നു എന്നും ഇവിടെ വച്ചാണ് കാമദേവൻ നമ്മുടെ മഹാദേവന്റെ ധ്യാനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ശ്രീ മഹാദേവൻ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മമാക്കുകയും ചെയ്തത് ഇവിടെ വച്ചിട്ടെന്നാണ് പറയുന്നത്, വിശ്വസിക്കപ്പെടുന്നത്. കാലിക പുരാണം. ഞാനും ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളും ആദ്യമായിട്ടാണ് ഇതേക്കുറിച്ച് കേൾക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ഉറപ്പില്ല. ജസ്റ്റ് ഞങ്ങൾ വായിച്ചറിഞ്ഞൊരു അറിവ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു, അത്രമാത്രം. ഇതിൻ്റെ ആദ്യത്തെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ അമ്പലം ബിൽഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 1694 ആസാം ഭരിച്ചിരുന്ന അഹോം കിങ്സ് ആയിരുന്നു ഈ അമ്പലം ബിൽഡ് ചെയ്തത്, അല്ലെങ്കിൽ അമ്പലം ആദ്യമായിട്ട് ഉണ്ടാക്കിയത് പീക്കോക്ക് ഐലൻഡിൽ. പിന്നീട് ഒരു എർത്ത്ക്വേക്കിന് ശേഷം, ഒരു ഭൂകമ്പത്തിന് ശേഷം 1897 ഒരു കച്ചവടക്കാരൻ ഒന്നേന്ന് റീബിൽഡ് ചെയ്തെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾ വായിച്ചുള്ള അറിവുകളാണ്. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് ഈ അമ്പലത്തിൻ്റെ കഥ. സോ ഇവിടെ എത്താനായിട്ട് നമുക്ക് ഫെറി സർവീസസ് വേണം ഗൈസ്. ഫെറി സർവീസ് എന്ന സെൻസ് നമുക്ക് 2 രീതിയിലുണ്ട്. ഗവൺമെൻറ് ബോട്ട്സ് ഉണ്ട്, പ്രൈവറ്റ് ബോട്ട്സ് ഉണ്ട്. ഗവൺമെൻറ് ബോട്ട്സ് 20 മുതൽ 40 രൂപ വരെ ചാർജ് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷെ നമ്മളിപ്പം പോകുന്നത് പ്രൈവറ്റ് ഫെറിയിലാണ്. അവർ ചാർജ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ പോകുന്ന ഈ ബോട്ടുകാർ ചാർജ് ചെയ്യുന്നത് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട് ഒരാളിൽ നിന്ന് 200 രൂപ, മൊത്തം 400 രൂപ. ഈ മുകളിലേക്കുള്ള സ്റ്റീപ്പായിട്ടൊരു കയറ്റമാണ് കിടക്കുന്നത്. ആ ചുറ്റും എന്താ പറയുക, കയറും തോറും താഴേക്ക് നോക്കുമ്പോൾ
ബ്രഹ്മപുത്രയുടെ കാഴ്ചകൾ മാറുന്നു, ചുറ്റുമുള്ള കാഴ്ചകൾ മാറുന്നു. ഇപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. സാധാരണ ഇത് ഞങ്ങൾക്ക് അമ്പലത്തിൻ്റെ ഉൾഭാഗം എടുക്കാൻ വലിയ താല്പര്യമില്ല, ഞങ്ങൾ ഇത് ഒരിക്കലും പ്രിഫർ ചെയ്യുന്നില്ല. കാരണം ഈ ഗർഭഗ്രഹം അല്ലെങ്കിൽ വിഗ്രഹം കാണിക്കുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അതിൽ വിശ്വസിക്കുന്നില്ല. കഴിയുന്നതും ഞങ്ങളത് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ പണ്ഡിറ്റ്ജീസ് പറയണം നിങ്ങളിത് എടുത്തോളാനായിട്ട്. ഈ കാമാഖ്യ ദേവി ടെമ്പിളിലാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഉമാനന്ദ ടെമ്പിളിലാകട്ടെ, ഈ വിഗ്രഹം വന്നിരുമ്പോൾ താഴേക്ക് ഇറങ്ങുന്ന ഒരു അണ്ടർഗ്രൗണ്ട് പോലത്തെ സെറ്റപ്പ് നമ്മൾ കാണുന്നുണ്ട്, ഒരു സിസ്റ്റം. നമ്മുടെ നാട്ടിൽ സൗത്ത് ഇന്ത്യയിലും മറ്റും ഞങ്ങളുടെ അമ്പലങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല, അറ്റ്ലീസ്റ്റ് ഞങ്ങൾ രണ്ടാളും കണ്ടിട്ടില്ല. എന്ത് പറഞ്ഞാലും ശരി തന്നെ ആ കാഴ്ച അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി ഒരു വളരെ വൈബായിട്ടുള്ള സംഭവമാണ്. എന്തായാലും ഞങ്ങൾക്ക് മഹാദേവ ദർശനം വളരെ സന്തോഷത്തോടെ വളരെ നല്ല രീതിക്ക് തന്നെ കിട്ടി. അങ്ങനെ നമ്മൾ ഉമാനന്ദ ടെമ്പിൾ കണ്ടു തിരിച്ച് ഘാട്ടിലെത്തി. ഇനി വല്ല ഞഞ്ഞം കഴിക്കാൻ പോകണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടതല്ലോ? സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ്, പിന്നെ എന്താ ചെയ്യണം? നോട്ടിഫിക്കേഷൻ ബെല്ല്. അതന്നെ, അത്രേ ഉള്ളൂ. അപ്പോൾ കുടുംബക്കാരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു.